വെൽക്കം ബാക്ക്. ഇന്ന് ഈ ചൂട് കാലത്ത് കല്യാണം നടക്കാൻ പോകുന്ന നമ്മുടെ പാവം ബ്രൈഡ്സിന് വേണ്ടിയുള്ള ചില ടിപ്സ് ഒക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ചൂടാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എല്ലാവരും കയ്യിൽ നല്ല കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ വാങ്ങി വെക്കുക. ഈ ഊതിയ പറക്കുന്ന ഫെദർ പോലത്തെ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ നമ്മൾ സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡാബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊട്ടി പിടിച്ചിരിക്കും. പിന്നെ മേക്കപ്പ് ഫുൾ മേക്കപ്പിലാണ്. നമ്മൾ നോ മേക്കപ്പിൽ ഇങ്ങനെ വടിക്കുന്ന പോലെ ഫേസ് ഒരിക്കലും ടിഷ്യൂ വെച്ചിട്ട് വടിക്കരുത്. ഓൺലി ഡാബിങ്, നോ വൈപ്പിംഗ്. അത് ഡിപ്പെൻസ് ഓൺ മേക്കപ്പ് ആർട്ടിസ്റ്റ്, നിങ്ങളുടെ മേക്കപ്പ് എത്ര നിൽക്കുന്നുള്ളത്. സോ നിങ്ങളുടെ ബേസിലുള്ള സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ട് പാലിക്കുക. അപ്പോൾ നിങ്ങളുടെ ബേസ് നല്ലതാണെങ്കിൽ മുകളിലുള്ള കോട്ടിങ്ങും നല്ലതായിട്ടിരിക്കും. പിന്നെ യൂസ് ചെയ്യേണ്ടതാണ് ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഫാൻ. അത് ചിലർ ബൊക്കേമേ തന്നെ കസ്റ്റമൈസ് ചെയ്ത് മേടിക്കും. ആ ഒരു ഫാൻ ഉള്ളത് വളരെ നല്ലതാണ്. അതൊരു ലൈഫ് സേവർ ആയിരുന്നു. നമ്മുടെ ആംപിക്സിന്റെ അവിടെ സ്വെറ്റ് പാഡ്സ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ആംപിക്സിന്റെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സ്വെറ്റ് ആയിട്ടിരിക്കും. പിന്നെ എൻ്റെ ഡിയർ ബ്രൈഡ്സ്, പ്ലീസ് കല്യാണത്തിന്റെ തലേദിവസം പോയി ചെരുപ്പ് മേടിക്കല്ലേ. നിങ്ങൾ ഇട്ട് കംഫർട്ടബിൾ ആയ ചെരുപ്പ് മാത്രം ഉപയോഗിക്കുക. ബ്യൂട്ടിക്കും ഫോട്ടോഷൂട്ടിനും വേണ്ടിയിട്ട് നല്ല ചെരുപ്പ് പറഞ്ഞ് മേടിച്ച് വയ്ക്കുക. പക്ഷേ നിങ്ങൾ ഈ ലെഹങ്കയോ ഫ്രോക്കോ സാരിയോ വാട്ട് എവർ ഇട്ട് അത് ഇട്ട് ഹീൽസിൽ ഓടുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് തവിട് പൊടിയാവും. വേർതിരിക്കുന്ന മേക്കപ്പിന്റെ മുകളിൽ വന്ന് ടച്ചപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുഖം കേക്ക് ആയിരിക്കും. ഇത് സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാക്ക് അല്ല, ബട്ട് സ്റ്റിൽ ഈ ഹെയർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒഴിവാക്കുക. അത് ചെയ്യേണ്ട. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ നിൽക്കില്ല. ദയവ് ചെയ്ത് ഒരു 1 month എങ്കിലും നിങ്ങളുടെ ഹെയർ റോ ആയിട്ട് കിടക്കട്ടെ. നല്ല ചൂടാണ്, അപ്പോൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ഹൈഡ്രേറ്റഡ് ആയിരിക്കുമ്പോൾ വരുന്നൊരു വേറെ പ്രശ്നമാണ്, നമുക്ക് എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ മുട്ടും. ഈ ലെഹങ്കയോ ഫ്രോക്കോ ഇട്ടിട്ട് നമുക്ക് പോകാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത്, നമ്മുടെ സ്കേർട്ടിന്റെ അടിയിൽ നമ്മൾ ഒന്നെങ്കിൽ ക്യാൻ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അണ്ടർ സ്കേർട്ട് പോലെ ഉണ്ടാവും. അതടക്കം നമ്മുടെ ഫ്രോക്ക് റോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കാൻ മുകളിലോട്ട്, അതടക്കം പിടിച്ചിട്ട് വേണം വാഷ്റൂമിലോട്ട് പോകാനായിട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ബാഗ് ക്യാരി ചെയ്യുക. ആ ബാഗിനകത്ത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാവുന്ന ഐറ്റംസ് ലൈക്ക് കോമ്പാക്ട്, ഒരു ബ്രഷ്, ലിപ്സ്റ്റിക്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ട്രാജഡി നടന്ന് നമ്മുടെ മുഖത്ത് മേക്കപ്പ് വാഷ് ഔട്ട് ആയി പോയാലും നമ്മൾ നോർമൽ ലുക്കിൽ നിന്ന് ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഐറ്റംസ് വേണം. നമ്മൾ ഇരിക്കുന്ന ഒരു സോഫ കുഷ്യൻ, അതിന്റെ ബാക്കിൽ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ച് വെക്കുക. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യുബിൾ അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് കിട്ടുകയാണെങ്കിൽ അതിലിടാട്ടോ. കമ്മൽ, അത് വലിയൊരു ടാസ്ക് ആണ്. നമുക്ക് ഇവിടെ നമ്മിങ് ക്രീം പറ്റിയിട്ട് കമ്മൽ വെക്കുകയാണെങ്കിൽ ഇച്ചിരി ആശ്വാസം ഉണ്ടാവും. ഇല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഹെവി വെയിറ്റ് കമ്മലൊക്കെ ആണെങ്കിൽ തൂങ്ങി ഇവിടെ നല്ല വേദന വരും കേട്ടോ. കല്യാണത്തിന് എല്ലാം പുതിയതിടണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ബ്രൈഡ്സ് മേറ്റ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങളുടെ ടൈമിംഗ് എങ്ങനെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളൊരു കുഞ്ഞ് ബാഗ് എടുക്കാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ഫാൻ, കുഞ്ഞ് ഫാൻ ഇടേണ്ടത്. പിന്നെ ഇങ്ങനെ ടക്ക് 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 തട്ടുമ്പോൾ അങ്ങനത്തെ ഫാൻ അല്ല, പ്രോപ്പർ ഇലക്ട്രിക് ഫാൻ യൂസ് ചെയ്യുക. അതിനൊരു 800,000 rupees റേഞ്ചാണ്. ബെറ്റർ ഇൻവെസ്റ്റ് ഇൻ ദാറ്റ്. കുഴപ്പമില്ല, ഒരു 800 രൂപ പോയി വെച്ചിട്ട് ചിലപ്പോൾ മീഷോയിലൊക്കെ കുറച്ച് പൈസ കുറവിന് കിട്ടും. പക്ഷേ വിശ്വസിക്കാവുന്ന ബ്രാൻഡിൽ നിന്ന് മേടിക്കുക. പ്രോഗ്രാമിൻ്റെ ഇടയിൽ വെച്ച് ഓഫായി പോയി കഴിഞ്ഞാൽ നമ്മുടെ വേറെ ബാറ്ററി ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അണ്ടർ ആം റോളർ കാര്യങ്ങളൊക്കെ നല്ല, നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണ്, പുതിയതൊന്നും ട്രൈ ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അത് കയ്യിൽ വെക്കുക. ഇൻ കേസ് നമുക്ക് റീ അപ്ലൈ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ, നമുക്ക് അറിയാലോ സ്മെല്ല് ഇവിടെ വരുന്നുണ്ടോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് വൈപ്പ് ചെയ്ത് റീ അപ്ലൈ ചെയ്യുക. അത് മാത്രമല്ല, നല്ലൊരു മിസ്റ്റ് കൈ പിടിക്കുക, അല്ലെങ്കിൽ ഒരു സ്പ്രേ കൈ പിടിക്കാം ചെറുത്. നമുക്ക് ഇൻ കേസ് സ്മെല്ല് പോലെ ഫീൽ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവും. വെഡിങ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ബ്രൈഡ്സും പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവും. സോ നിങ്ങളുടെ ഡ്രസ്സ് എന്നാണോ നിങ്ങളുടെ കല്യാണം അതിൻ്റെ 2 ദിവസം മുമ്പ് ഇട്ട് നോക്കണം കേട്ടോ. 2 ദിവസം കൊണ്ട് ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ ഒരു 1 week മുന്നേ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയാൽ അതവിടെ ഇരിക്കട്ടെ എന്ന് പെട്ടി വെക്കല്ല. എന്നാണ് നിങ്ങളുടെ പ്രോഗ്രാം, അതിന്റെ തലേദിവസം അത് ഇട്ട് നോക്കി ഓക്കെ ആണ്, ഓൾട്രേഷൻസ് ഒന്നും ഇല്ലാന്ന് വരുത്തിയതിന് ശേഷം മാത്രം അത് പെട്ടിയിൽ കൂട്ടി വെക്കുക കേട്ടോ. അപ്പോൾ ശരി, എന്നാ ബൈ.